കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ക്യാമ്പസിലാണ് ക്രമവിരുദ്ധമായ നിയമനങ്ങൾ നടന്നത്. നിലവിൽ തൊഴിലാളികളായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഏറ്റവും കൂടിയ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്സാണ്. എന്നാൽ സർവകലാശാല നിയമിച്ചവരിൽ ഭൂരിഭാഗവും +2വോ അതിനു മുകളിലോ യോഗ്യതയുള്ളവരാണ്. താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുമ്പോൾ സീനിയോറിറ്റി പരിഗണിക്കണമെന്നാണ് സർവകലാശാല ചട്ടം. വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ ഇത് സർവകലാശാല തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ നിയമനത്തിൽ സീനിയോറിറ്റി പരിഗണിച്ചില്ല. ഇന്റർവ്യൂ നടത്താണ്ട് കാര്യങ്ങളൊക്കെ നടത്തി. കാരണം മറികടന്ന് മറ്റുള്ള തൊഴിലാളികളെ മറികടന്നിട്ട് അവർ 2 കൊല്ലമായിട്ട് 6 മാസമായി വരെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ഞങ്ങളെ അപ്പോഴും തരം താഴ്ത്തി. സീനിയോറിറ്റി പ്രകാരം ആദ്യം നിയമിതരാകേണ്ട ഇവർ അധികൃതരെ പലപ്പോഴായി കണ്ടെങ്കിലും ഫലമുണ്ടായില്ല. 99 തൊട്ട് ഞങ്ങളിപ്പോൾ 2013 ഈ ദിവസം വരേക്കിലേക്ക് ഞങ്ങളോട് പണിതുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ. ഞങ്ങൾക്ക് ഇത് വരേക്കിലേക്ക് പണി ഒരു കാര്യം ശരിയായിട്ടില്ല. 2 കൊല്ലം പണിത ആൾക്കാർക്കും 2 മാസം പണിത ആൾക്കാർക്കും സ്ഥിരമായി ക്യാഷിലായി അവർ സ്ഥിരമായി ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് വന്നു. സർവകലാശാലയിൽ ഒഴിവുകൾ ഉണ്ടാകുമ്പോൾ അവ പത്രത്തിൽ പരസ്യം ചെയ്യണമെന്നാണ് വ്യവസ്ഥ. ഇത് പാലിച്ചില്ല. നിയമിച്ചവരുടെ വിശദാംശങ്ങൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കാനും അധികൃതർ തയ്യാറായില്ല. ചട്ടം ലംഘിച്ച് ഇന്റർവ്യൂ നടത്താൻ മാസങ്ങൾക്ക് മുമ്പ് ശ്രമിച്ചത് ജീവനക്കാർ തടഞ്ഞിരുന്നു. ഇവരറിയാതെയാണ് പുതിയ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത്. സർവകലാശാലയിലെ കശുമാവ് ഗവേഷണ കേന്ദ്രത്തിലുള്ളവരിൽ 50 വർഷം സീനിയോറിറ്റി ഉള്ളവരുണ്ട്. ഇവരെയൊക്കെ മറികടന്നാണ് നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. നിയമനത്തിൽ പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിച്ചിരുന്നു മാത്രമല്ല, അർഹരായവരെ തഴഞ്ഞാണ് സർവകലാശാല നിയമനങ്ങൾ നടത്തിയത്. തൃശൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ സഞ്ജു പറ്റമലിനൊപ്പം അഫ്താബുർ റഹ്മാൻ.